പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, 2026 ജൂൺ മാസത്തിലെ ആദ്യ ഞായറാഴ്ച അഭിഷേകാഗ്നി ശുശ്രൂഷയിലേക്ക് കർത്താവിൻ്റെ കൃപയാൽ നാം പ്രവേശിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അഭിവാദനം ചെയ്യുകയാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിച്ച് നമുക്ക് നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം 3 തവണ ചൊല്ലി നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഒരുമിച്ച് ഇവിടെ ഓരോ വീട്ടിലിരിക്കുന്നവർ ഒരുമിച്ച് പ്രാർത്ഥിക്കും. കുട്ടികളെ വിളിക്കുക, യുവതിവാക്കന്മാർ, രോഗികൾ, കുടുംബങ്ങളെല്ലാവരും ഈ ടീമിനോട് ഇപ്പം ചേരുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പര സ്തുതി കൊടുക്കാം. എല്ലാവരും അവരവരുടെ സീറ്റുകളിലേക്ക് ഇരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് വളരെയധികം ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേലും നമ്മുടെ കുടുംബങ്ങളുടെ മേലും വർഷിക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അച്ഛൻ ഇപ്പോൾ കുറവലങ്ങാട് PDM വൈദിക സമൂഹത്തിലെ വൈദിക വിദ്യാർത്ഥികളുടെ പരിശീലനത്തിൽ കുറച്ച് കൂടുതൽ സമയം ശ്രദ്ധിക്കാൻ വേണ്ടി കുറവലങ്ങാട് കുരിയനാട് ഭാഗത്ത് നമുക്കൊരു PDM റിട്രീറ്റ് സെൻ്റർ ഉണ്ട്. അവിടെ ഒരു കുടുംബം വന്ന് പറഞ്ഞൊരു അനുഭവം ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് ഡോമിനിക് എന്നാണ്. ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് ഇവിടെ അടുത്ത് ഒഴുവൂർ തന്നെയാണ്. ഞാൻ ഇവിടെ ഇടയ്ക്ക് ആരാധനയ്ക്കൊക്കെ വന്ന് കൂടാറുണ്ട്. ഇവിടെ ഇടയ്ക്ക് ഈ PDM റിട്രീറ്റ് സെൻ്ററിൽ വന്ന് കൂടുന്ന ഒരാളാണ്. എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ 2 പെൺമക്കളും ഇപ്പോഴും ഇവിടെ ശുശ്രൂഷയിൽ വന്ന് പങ്കെടുക്കുന്നുണ്ട്. ഇവിടെയുണ്ട്. താമസത്തിന് പ്രത്യേക ഒരു ക്ഷമ ചോദിക്കുകയാണ്. കാരണം 2001 എൻ്റെ വിവാഹം കഴിഞ്ഞൊരു 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ വയറിൻ്റെ സൈഡിൽ വേദനയുണ്ടായി. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ട് പരിശോധിച്ചപ്പോൾ അത് കിഡ്നി സ്റ്റോൺ ആണെന്ന് പറഞ്ഞു. പല ഹോസ്പിറ്റലുകളിലും മാറി ചികിത്സിച്ചിട്ട് അത് ഭേദമായില്ല. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാനുള്ള സാഹചര്യമില്ലാത്തതുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നുകൊണ്ട് ഇത് ചെയ്തില്ല. അത് കഴിഞ്ഞ് ആയുർവേദ മരുന്ന് കഴിച്ചു, ഒറ്റമൂലികൾ കഴിച്ചു, എന്നിട്ടതൊന്നും മാറിയില്ല. ഒരു 10 വർഷത്തോളം ഈ രോഗം ഇങ്ങനെ
വയറ്റിലുണ്ടായിരുന്നു. നന്നായിട്ട് വെള്ളം കുടിക്കുമ്പോൾ വേദന കുറയും, വെള്ളം കൂടി കുറയുമ്പോൾ വേദന വീണ്ടും വരും. അങ്ങനെ ഇരിക്കുന്നതാണ് ബഹുമാനപ്പെട്ട വട്ടയിലച്ഛൻ്റെ ശുശ്രൂഷ പാല രൂപതയിലെ ഭരണങ്ങാനത്ത് നടക്കുന്നത്. അപ്പോൾ അവിടെ കൺവെൻഷന് പോകാൻ എൻ്റെ ഭാര്യ പറഞ്ഞു. ഞാൻ മനസ്സില്ലാ മനസ്സോടെയാണെന്ന് ഞാൻ പോകുന്നത്. അവിടെ പോയി പങ്കെടുത്തു. എനിക്ക് റോഡ് സൈഡിലാണ് ഇരിക്കാൻ സ്ഥലം കിട്ടിയത്. ഇതുപോലെ സ്ക്രീനെ നോക്കിക്കൊണ്ട് ഞാൻ അച്ഛൻ്റെ ശുശ്രൂഷയിൽ എല്ലാ നിയമങ്ങളുടെ കൂടെ ഇതും കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ശരിക്കും അച്ഛനെ ആ സ്ക്രീനെ കണ്ടപ്പോൾ അച്ഛനൊന്ന് ചിരിച്ചപ്പോൾ തന്നെ എൻ്റെ ഉള്ളിലുള്ള ഒത്തിരി വേദനയും ഒത്തിരി ദുഃഖഭാരവും എല്ലാം പെട്ടെന്ന് മാറി. അനുഗ്രഹിച്ചു. അപ്പം ഞാൻ അവിടെ ഇരുന്നിങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ എൻ്റെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുന്നു, എൻ്റെ വേദന എടുത്ത് മാറ്റണമെന്ന് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, 4 ദിവസം ധ്യാനം കൂടി. അത് കഴിഞ്ഞ് ഞാൻ ഉഴവൂർ വന്നു. എൻ്റെ ജോലിക്ക് ഞാൻ ഇവിടെ റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്നൊരു മനുഷ്യനായിരുന്നു. റബ്ബർ ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ 1 മണി വരെയായിട്ട് അന്ന് മഴയുണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് റബ്ബർ വെട്ടി പാലൊക്കെ എടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കുന്ന കാര്യം മറന്നുപോയി. 1 മണിയായപ്പോൾ ഞാനത് വെള്ളം കുടിച്ചില്ലല്ലോ. ഞാൻ വയറിൻ്റെ സൈഡിൽ ഞെക്കി നോക്കി, വേറെ വേദനയില്ല. പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിച്ചു. ഡോക്ടർ പറഞ്ഞു കിഡ്നി സ്റ്റോൺ വന്നതിൻ്റെ ഒരു ലക്ഷണവുമില്ല. കിഡ്നി സ്റ്റോണിൻ്റെ യാതൊരു ലക്ഷണവും ഇല്ലാത്ത പോലെ പരിപൂർണ ഹീലിംഗ്, കംപ്ലീറ്റ് ഹീലിംഗ് കൊടുത്ത് അനുഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ 18 വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. 16 വീടുകളോളം മാറി താമസിച്ചു. എൻ്റെ ഇടയ്ക്ക് മലബാറിലൊക്കെ പോയി താമസിച്ചു. അപ്പോഴെനിക്ക് TV ഇല്ലായിരുന്നു. എൻ്റെ അനിയന് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നിടത്തൊരു TV വാങ്ങിച്ചു കൊണ്ട് തന്നു. അപ്പോൾ ഞാൻ അവിടെ ഒരു സെൻറ്റർ, കുടക്കച്ചെറ സെൻറ്ററിൽ മധ്യസ്ഥപ്രാന്തയ്ക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഭവനമില്ലായിരുന്നപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, അഭിഷേകാഗ്നിയിൽ നമ്മൾ ഇത് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം, ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. 18 വർഷമായിട്ട് അല്ലേ? 18 വർഷമായിട്ട് വീടില്ലാതെ വാടക വീട് മാറി 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 കഷ്ടപ്പെട്ടൊരു കുടുംബമാണ്. ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് മാറണമെന്ന് പറഞ്ഞ് തലേ ദിവസം മുതലാളി വന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോള് ഒരു 10 കിലോയുടെ അരി സഞ്ചിയിൽ ഈ അവിടെ കളിക്കോപ്പെല്ലാം കൂടെ എടുത്ത് വാരി വെച്ചു ഇങ്ങനെ തൂക്കി പിടിച്ചിട്ട് എൻ്റെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു, അച്ചാച്ച നമ്മൾ ഇനി എങ്ങോട്ടാണ് ഇറങ്ങിപ്പോകുന്നത്? ഇങ്ങനെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഒത്തിരിയേറെ വേദനകളുണ്ടായി ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഈ അഭിഷേകം നടക്കുന്ന സമയത്ത് ഞാനും എൻ്റെ 2 കുഞ്ഞുങ്ങളും ഭാര്യയും കൂടെ അച്ഛനെ സ്തുതിച്ച് ആരാധിക്കുന്ന സമയത്ത് അച്ഛൻ്റെ ശുശ്രൂഷ ചേർന്ന് ഞങ്ങളും അവിടെ മുട്ടക്കൊത്ത് നിന്ന് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, 1 മാസം കഴിഞ്ഞപ്പോൾ ടാറിങ് PWD റോഡ് സൈഡിൽ 1 ലക്ഷം രൂപ വിലയുള്ള 5 സെൻറ്റ് സ്ഥലം സ്വന്തമായിട്ട് എനിക്ക് വാങ്ങാൻ സാധിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ മൂത്ത മോൾക്ക് പഠനത്തിന് അവൾ ഒത്തിരി പുറകോട്ടായിരുന്നു. അവൾ 10ാം ക്ലാസ്സിൽ കയറിയപ്പോൾ അവൾക്ക് ശരിക്കും എഴുതാൻ അറിയത്തില്ല, വായിക്കാൻ അറിയത്തില്ല, അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ദിവസം ഞാൻ ജോലിക്ക് പോയപ്പോൾ രാവിലെ കാപ്പിക്കില്ല, അമ്മയുടെ കയ്യിൽ 500 രൂപ എടുത്ത് കൊടുത്തേച്ച് പോയി. ഞാൻ പറഞ്ഞു, മോളെ കൊണ്ട് ദോശ മേടിപ്പിച്ചോളാൻ പറഞ്ഞു. കട തൊട്ടടുത്തുണ്ട്. മോളുടെ കയ്യിലോട്ട് ഈ 500 രൂപ കൊണ്ടു കൊടുത്തു. അമ്മ ഈ പൈസ കൊടുത്തിട്ട് മോളോട് പറഞ്ഞു, മോളെ നീ ദോശ മേടിച്ചോണ്ട് 8 ദോശ മേടിച്ചോണ്ട് ഈ ബാക്കി പൈസ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. മോളെ പോയി 8 ദോശയും മേടിച്ചിട്ട് നേരെ തിരിച്ച് കയറി വന്നു. ബാക്കി പൈസ മേടിച്ചില്ല. അപ്പം അമ്മ ചോദിച്ചു, എന്തിയെ ബാക്കി പൈസ എന്തെന്ന് ചോദിച്ചു. പുള്ളി എന്നാലും പറഞ്ഞു, അമ്മ ഇത്ര പൈസ തന്നുള്ളൂ, ഇതേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അതല്ല മോളെ, ബാക്കി പൈസയുണ്ട്, മോള് ചെന്ന് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. മോളെ പുറത്തോട്ട് ഇറങ്ങി ചെന്നു. അപ്പോൾ കടയിൽ ചെന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു, മോളെ എന്നാ പൈസ മേടിക്കാതെ പോയത്? ബാക്കി പൈസ മോളുടെ കൈ കൊണ്ടുവന്ന് കൊടുത്തു. മോൾ ആ പൈസ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് മേശയിലിട്ടു. അമ്മ ചോദിച്ചത് എത്ര പൈസയുണ്ടെന്ന്. അതറിയത്തില്ല. അമ്മ എണ്ണി നോക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരിത് ഞാൻ പറയുന്നത് അവൾക്ക് കണക്കറിയത്തില്ലായിരുന്നു. വീണ്ടും ഇവിടെ 10ാം ക്ലാസ്സിലെ ഹോൾ ടിക്കറ്റ് കിട്ടപ്പോൾ അച്ഛൻ്റെ ശുശ്രൂഷ നടക്കുകയാണ്. ഞങ്ങൾ ഈ ഹോൾ ടിക്കറ്റ് വെച്ച് ആ TV മുമ്പിൽ ഞങ്ങൾ മുട്ടുകുത്തി. ഞങ്ങൾ അച്ഛൻ്റെ ശുശ്രൂഷയോടെ ചേർന്ന വിശ്വാസത്തോടെ, ശരിക്കും അച്ഛനെ വന്ന് TV ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ് ജീവിതത്തിലേക്ക് തരുന്നത്, അച്ഛൻ്റെ ചിരിയിലൂടെ തന്നെ. അപ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാവരും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു. ഈ പരീക്ഷയ്ക്ക് മോളെ ജയിക്കാൻ വേണ്ടി അച്ഛൻ്റെ ആരാധനയിൽ പ്രത്യേകം പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവർ, എല്ലാ വിഷയത്തിലും A+ ഉയർന്ന മാർക്കോടുകൂടി, ഉയർന്ന മാർക്ക്, കണക്കുൾപ്പെടെ കണക്ക് സകല വിഷയവും ജയിച്ചു മോള്. അത് കഴിഞ്ഞ് ഒരു ഭവനം വേണം. ഞാൻ ഓർത്ത് എങ്ങനെയും ലൈഫിൽ നിന്ന് ഒരു വീട് വെക്കാം, എങ്ങനെയും ചെയ്യാമെന്നൊക്കെ ഓർത്തിപ്പോൾ ഭാര്യ പറഞ്ഞു, സ്ഥലം നമ്മൾ പ്രാർത്ഥിച്ച് മേടിച്ച് അച്ഛൻ്റെ ശുശ്രൂഷയിലൂടെ ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ അഭിഷേകാഗ്നി ശുശ്രൂഷയുടെ സമയത്ത് ഞങ്ങളൊരു വീടിൻ്റെ പ്ലാൻ വരച്ചു. എനിക്ക് ഈ വീടിൻ്റെ സൈഡിൽ തിണ്ണയുള്ളതാണ് എനിക്കിഷ്ടം. ഞാനൊരു പ്ലാൻ വരച്ചിട്ട് ഞാനും എൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും 4 മാസം മുടങ്ങാതെ അഭിഷേകാഗ്നി കണ്ട് ഞങ്ങൾ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. ആഗ്രഹങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് മുട്ടുകുത്തി നിന്ന് 4 മാസം തുടർച്ചയായിട്ട് അഭിഷേകാഗ്നിയുടെ സമയത്ത് ഞായറാഴ്ച തോറും പ്രാർത്ഥിച്ചു. 4 മാസം പൂർത്തിയായപ്പോൾ പ്രിയപ്പെട്ടവരെ, വിദേശത്തുള്ള ഒരു സ്നേഹിതൻ മുഖാന്തരം ഞാൻ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു ഭവനം പണിത് പൂർത്തീകരിച്ച് അതിന് താക്കോൽ എൻ്റെ കയ്യിൽ എനിക്ക് കിട്ടി. നല്ലൊരു വീട് കർത്താവ് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, 6 വർഷമായിട്ട് സന്തോഷത്തോടെ ആ വീട്ടിലായിരുന്നു. ആ വീടിന് ഇനി ഒരു പണിയും തീരാൻ സകല പണികളും തീർത്താണ് എനിക്ക് ആ വീട് കിട്ടിയിരിക്കുന്നത്. റോഡ് സൈഡിൽ വീട്ടിൽ നിന്ന് വണ്ടിയൊന്നും മുറ്റത്തോട്ട് ഇറങ്ങാം, മുറ്റത്ത് വണ്ടി കെട്ടിയിടാൻ സന്തോഷവും സമാധാനമുള്ള വീട് അല്ലേ? 100% ഹാപ്പി.
ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ശുശ്രൂഷകളുടെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അത് പറഞ്ഞാൽ തീരുകയല്ല, ഇപ്പം സമയം കുറവായതുകൊണ്ട് ഇത് നിർത്തുകയാണ്. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. മകളുടെ കാര്യം പറഞ്ഞു, വീടിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇതുപോലെ വചനം അപ്പം ഇത് ഓരോ ഞെരുക്കത്തിലും ദൈവികമായ ആഗ്രഹങ്ങളോടെ ഈ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഇവിടെ വന്നത് ഞാൻ ആ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് കടന്നു വരുമ്പോൾ, ആരാധനയ്ക്ക് കടന്നു വരും, ഒത്തിരി തകർന്നൊരു മനസ്സോടെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ ബഹുമാനപ്പെട്ട മാധ്യക്ഷനെ കണ്ട് അച്ഛൻ പറഞ്ഞു ഇരുന്ന് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് അച്ഛൻ വരുമ്പോൾ അച്ഛനെ കാണും. പ്രിയപ്പെട്ടവർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് പ്രാർത്ഥിക്കാനും പുതിയൊരു അഭിഷേകം, പുതിയൊരു പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. ഇപ്പോഴേ ഞങ്ങൾ ഒത്തിരിയേറെ ഹാപ്പിയാണ്, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും. കാരണം ഒരു വലിയൊരു പ്രതീക്ഷ. കാരണം ഇപ്പോൾ ഞാൻ സന്തോഷിക്കുകയാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇതുപോലെ ശുശ്രൂഷ കേന്ദ്രം വന്നപ്പോൾ തീർച്ചയായിട്ടും അച്ഛാ ഞങ്ങൾ എല്ലാ ദിവസവും വരും, ഞങ്ങൾ സാധിക്കുന്ന പോലെ പ്രാർത്ഥിക്കും. കുടുംബമായിട്ട് ഇവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം, മധ്യസ്ഥം പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു എളിയ മകൻ്റെ ജീവിത അനുഭവം ഞാനത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് എന്നെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധികൾ വരുമ്പോഴെല്ലാം ആ കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ കൂടെ നിന്ന് അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട്. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക. വിലാപത്തിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 25-ഉം 26-ഉം തിരുലിഖിതങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവമക്കളെ പഠിപ്പിക്കുകയാണ്. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം. പ്രിയപ്പെട്ട ദൈവമക്കളെ, തന്നെ കാത്തിരിക്കുന്ന ഒരു കുടുംബത്തെ, തന്നെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയെ ദൈവവും സ്വർഗവും ഒരുപാട് ആദരിക്കുന്നുണ്ട്. ഈ കുടുംബത്തിൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ട കാര്യം, ഈ കുടുംബത്തെ പരിശുദ്ധാത്മാവ് നിരന്തരം പരിശീലിപ്പിച്ച ഒരു കാര്യം, ദൈവം ഇടപെടാൻ വേണ്ടി കാത്തിരിക്കുക, ദൈവത്തിൻ്റെ സഹായത്തിന് വേണ്ടി കാത്തിരിക്കുക. കഠിനമായ രോഗം 10 വർഷമായിട്ട് ചികിത്സിക്കുന്നു. പലതരത്തിലുള്ള കാര്യങ്ങളിലൂടെ അത് ആ കുടുംബം കടന്നു പോവുകയാണ്. ആ ജീവിത പങ്കാളിയുടെ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ചു, ദൈവത്തെ കാത്തിരിക്കുക, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, ദൈവത്തിൻ്റെ സഹായത്തിന് വേണ്ടി ദൈവത്തെ സമീപിക്കുക. കാരണം തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും ദൈവം നല്ലവനാണ്. ഇത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അടിവരയിട്ട് സൂക്ഷിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, പുലി മെലിഞ്ഞാലും പുല്ല് തിന്നില്ല. പുലി മെലിഞ്ഞാലും പുല്ല് തിന്നില്ല. ഒരു ദൈവ പൈതൽ എത്രമാത്രം ഞെരുക്കത്തിലും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും വന്നാലും, എത്രമാത്രം പട്ടിണിയിലും ദാരിദ്ര്യത്തിലും വന്നാലും, ആ ദൈവ പൈതൽ എന്ന നിലയിൽ നിന്ന് താഴത്തേക്ക് പോയി ലോകത്തിൻ്റെ പാപമാർഗത്തിലൂടെ തൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കില്ല. അദ്ദേഹം ദൈവത്തിൽ ആശ്രയിക്കും, അദ്ദേഹം പ്രാർത്ഥനയിൽ ആശ്രയിക്കും, അദ്ദേഹം വചനമാർഗത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുലി മെലിഞ്ഞാലും പുല്ല് തിന്നില്ല. ഞാൻ ഓർക്കുന്നൊരു സംഭവമുണ്ട്. ഒരു പാവപ്പെട്ട കുടുംബം, ധ്യാനം കൂടുന്ന കുടുംബമാണ്. എൻ്റെ ദൈവമക്കളെ, ആ കുടുംബത്തിൽ എല്ലാ ദിവസവും കൂലിപ്പണിക്ക് പോയിട്ട് വേണം നമുക്ക് ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. ഒരു ദിവസം പകലന്തിയോളം പണിയെടുത്തിട്ട് ആ കുടുംബം വരുമ്പോൾ ആ കുടുംബത്തിൽ ഒരു കുറിപ്പ് അവർ എഴുതി വെച്ച് പോയിരിക്കുന്നത് കണ്ടു. എവിടുന്നോ, പഞ്ചായത്തിൽ നിന്നോ എവിടുന്നോ വന്നൊരു ആൾ എഴുതി വച്ചിരിക്കുന്ന ഒരു ലെറ്ററാണ്. ആ ലെറ്ററിൽ ഇങ്ങനെയാണ്, നിങ്ങൾ ഇത്ര സംഖ്യ 300 രൂപയോ, ഏറ്റവും ചെറിയ സംഖ്യ 300 രൂപയാന്ന് തോന്നണോ, നിങ്ങൾ പഞ്ചായത്തിൽ നിങ്ങൾ കെട്ടണം. ടാക്സ് വീടിൻ്റെ എന്തോ നിങ്ങളുടെ 300 രൂപയായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കെട്ടണം എന്നാണ് അവർ ഒരു ലെറ്റർ എഴുതി വച്ചിട്ട് പോയിരിക്കുന്നത്. പിറ്റേ ദിവസം ഈ കുടുംബം ജോലിക്ക് പോകാതെ, കൂലിപ്പണിക്ക് പോകാതെ നേരെ ആ ഓഫീസിലേക്ക് പോയി. പഞ്ചായത്താണോ എവിടെയാണോ അതിനോട് ബന്ധപ്പെട്ട ഓഫീസ്. ആ ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞു, സാർ, എനിക്ക് 900 രൂപയാണ് ഇത് ഫിക്സ് ചെയ്ത് തന്നിരിക്കുന്നത്, അതാണ് ന്യായമായി ഞാൻ അടയ്ക്കേണ്ടത്, അത് 300 രൂപയായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ളവർ പറഞ്ഞു, അതെ, അത് നമ്മുടെ പാർട്ടിയാണ്, നമ്മുടെ സെയിം ഇതായതുകൊണ്ട് ഞങ്ങളത് ഇങ്ങനെ കുറച്ച് ഇത് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണ്ട സാർ, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ വചനം കേൾക്കുന്ന ആളാണ്, ഞാൻ ഗവൺമെൻറ്റിന് അടയ്ക്കേണ്ടത് ഞാൻ ഗവൺമെൻറ്റിന് അടയ്ക്കണം.
അതുകൊണ്ട് എനിക്ക് ഞാൻ അടയ്ക്കാൻ കടപ്പെട്ടിരിക്കുന്ന സംഖ്യ ഞാൻ അടച്ചോളാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ ദൈവ പൈതലിൻ്റെ ഞാൻ ആ സംഭവം കേട്ടപ്പോഴും ഇന്ന് ഈ പറഞ്ഞ ഒരു സാക്ഷ്യത്തിൻ്റെ അനുഭവം കേട്ടപ്പോഴും എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം, പുലി മെലിഞ്ഞാലും പുല്ല് തിന്നില്ല. എത്രമാത്രം നമ്മൾ പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് ഒരിക്കലും താഴ്ത്തിക്ക് പോകാൻ ആ ദൈവ പൈതൽ കൂട്ടാക്കുകയില്ല. ദൈവത്തിനെ കാത്തിരിക്കുന്നതിനൊരു മടുപ്പ് തോന്നുകയില്ല. 123 സങ്കീർത്തനത്തിലെ 2-ാമത്തെ തിരുലിഖിതം, 123 സങ്കീർത്തനത്തിലെ 2-ാമത്തെ തിരുലിഖിതം, അവിടെ എന്താ ദൈവ പൈതലിൻ്റെ ഒരു അനുഭവത്തെക്കുറിച്ച് പറയണത്? ദാസന്മാരുടെ കണ്ണുകൾ യജമാനൻ്റെ കയ്യിലേക്ക് എന്നതുപോലെ, ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കയ്യിലേക്ക് എന്നതുപോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ തന്നെ നോക്കിയിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, വേറൊരു വാക്യം പറഞ്ഞാൽ ആ കുടുംബം ചെയ്തതെന്താ? അവർ രോഗം വന്നു, ദൈവത്തെ ആശ്രയിച്ചു. ആ കുട്ടിക്ക് വായിക്കാൻ ഒരു 20 രൂപ 30 രൂപ കൊടുത്ത് 50 രൂപയാണെന്ന് അതിനറിയില്ല. അല്ലെങ്കിൽ ഒരു 50 രൂപ കൊടുത്ത് അതിന് ചില്ലറ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞാൽ അതിനറിയില്ല. അത്രമാത്രം പഠനകാര്യം IQ ലെവലിൽ അതിന് ഡിഫിക്കൽട്ടി, സ്ട്രഗിൾസ് ഉണ്ട്. വലിയ സ്ട്രഗിൾ ആ കുട്ടി അനുഭവിക്കുകയാണ്. ഈ കുടുംബം നിരാശപ്പെട്ടില്ല, ഈ കുടുംബം ദൈവത്തെ ദുഷിച്ചില്ല, ഈ കുടുംബം പ്രാർത്ഥന നിർത്തിയില്ല. ആ കുടുംബം ഒരുമിച്ചിരുന്ന് അഭിഷേകം കണ്ട് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയാണ്. ദൈവമേ, ഞങ്ങളുടെ മകൾക്ക് ഇങ്ങനൊരു ഞെരുക്കമുണ്ട്, ഞങ്ങളെ സഹായിക്കണം. 10ാം ക്ലാസ് വരെ പ്രാർത്ഥിച്ചു എന്ന് ഓർക്കണം. ഈ കുട്ടി പെട്ടെന്ന് പിന്നെ ഒരു ദിവസം കൊണ്ട് 10ാം ക്ലാസ് എത്തിയില്ലല്ലോ. 1 വർഷം കഴിഞ്ഞു, 2ാം ക്ലാസ് കഴിഞ്ഞു, 3ാം ക്ലാസ് കഴിഞ്ഞു, 5ാം ക്ലാസ് കഴിഞ്ഞു, 7, 8, 9 ഇത്ര വർഷങ്ങൾ ഈ കുഞ്ഞിൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് അപ്പനും അമ്മയും വേദനിക്കുകയല്ലേ? അവരുടെ ഹൃദയത്തിൽ നൊമ്പരയില്ലേ? എന്നിട്ട് അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നതിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു പോയില്ലല്ലോ. ഒളോനെ സാർ ഒരു ദിവസം പ്രാർത്ഥിച്ചു, കിട്ടിയില്ല, ഉടനെ പ്രാർത്ഥന നിർത്തിയോ? അവരുടെ ആധ്യാത്മിക ജീവിതത്തിന് അടിത്തറ, ഒരു ദൈവ പൈതലിനെ പരിശുദ്ധാത്മാവ് പരിശീലിപ്പിക്കുന്ന ആധ്യാത്മിക ജീവിത അടിത്തറ. ദൈവം ഒട്ടും വൈകുകയില്ല, ദൈവം ഒട്ടും നേരത്തെ വരില്ല, ദൈവത്തിൻ്റെ സമയത്ത് വരും. എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ പ്രാർത്ഥനകളെല്ലാം ഉണ്ട്. എൻ്റെ ദൈവത്തിന് എന്നെ സഹായിക്കാൻ കഴിവുണ്ട്. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരും. ദൈവം വന്നിരിക്കും. ഒട്ടും നേരത്തെ വരില്ല, ഒട്ടും താമസിച്ചും വരില്ല, ദൈവത്തിൻ്റെ സമയത്ത് വന്നിരിക്കും. ആ ഒരു വിശ്വാസത്തിൻ്റെ ഉറപ്പിൽ ആ കുടുംബം ദൈവത്തെ കാത്തിരിക്കുകയാണ്. 10ാം ക്ലാസ്സിൽ നല്ല റിസൾട്ടോടെ പാസ്സാകാൻ അതിൻ്റെ ബുദ്ധി അങ്ങോട്ട് തെളിഞ്ഞു, അതിന് കൃപ അങ്ങോട്ട് കൊടുത്തു. ദൈവത്തിൻ്റെ കൃപയിൽ ആ കുടുംബത്തെ നടത്തി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുടുംബം ദൈവത്തിൽ ആനന്ദിക്കുകയാണ്. അതാണ് വചനം നമ്മൾ വായിച്ചത്. സ്വാമിനിയുടെ പക്കലേക്കെന്നതുപോലെ കണ്ണുകൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ കർത്താവ് വരുന്നത് വരെ, ഞങ്ങളുടെ കർത്താവ് ഇടപെടുന്നത് വരെ എൻ്റെ കണ്ണുകൾ അങ്ങയിലേക്ക് മാത്രം ഇടം വലം തിരിയില്ല. പ്രാർത്ഥന ഉപേക്ഷിച്ച് പോകില്ല, വിശ്വാസം ഉപേക്ഷിച്ച് പോകുന്നില്ല, ആത്മീയ ജീവിതം ഉപേക്ഷിച്ച് പോകുന്നില്ല, ബൈബിൾ വായന ഉപേക്ഷിച്ച് പോകുന്നില്ല, ധ്യാനം കൂടുന്ന ഉപേക്ഷിച്ച് പോകുന്നില്ല, സന്ധ്യാപ്രാർത്ഥന നിർത്തി പോകുന്നില്ല, കുമ്പസാരം നിർത്തി പോകുന്നില്ല, പള്ളിയിൽ പോകുന്ന കുർബാന നിർത്തി പോകുന്നില്ല. ദൈവത്തിന് ശക്തി കുറഞ്ഞോ, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ, ദൈവം ഉണ്ടോ, ഇങ്ങനത്തെ അവിശ്വാസ പീഡയ്ക്കൊന്നും ഇടം കൊടുക്കുന്നില്ല. ആ കുടുംബം ഉറപ്പായി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട, എൻ്റെ ദൈവം ഉണ്ട്, എൻ്റെ ദൈവം ഇടപെടും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും, ദൈവം വരും. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക. അവിടുന്ന് പുറപ്പെട്ട ഒരാൾ, സഞ്ചിക്കകത്ത് സ്വർണ്ണമായിട്ട് പുറപ്പെട്ട ആൾ വീട്ടിലേക്ക് എത്താൻ വേണ്ടി കാത്തിരിക്കുന്ന കുടുംബനാഥനെ പോലെ കാത്തിരിക്കുകയാണ്. ഇത് ഇപ്പോൾ വരും, കാത്തിരിക്കുകയാണ്. ഉറക്കെ പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മക്കബായരുടെ 2-ാം പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ 18-ാമത്തെ തിരുലിഖിതം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അട്ടപ്പാടിയിലെ ശുശ്രൂഷ ആരംഭിച്ച അന്ന് തൊട്ട് ഇന്ന് വരെ
കർത്താവ് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നൊരു വചനമാണ് 2 മക്കബായർ 8:18. അവൻ വീണ്ടും പറഞ്ഞു, അവർ ആയുധങ്ങളിലും സാഹസകൃത്യങ്ങളും ആശ്രയിക്കുന്നു. നമുക്ക് ചുറ്റുമുള്ള പലരും പല വിധത്തിലും പ്രശ്നം പരിഹരിക്കാൻ പരിശ്രമിക്കുന്നു, പല വിധത്തിലും എല്ലാം സോൾവ് ചെയ്യാൻ നോക്കുന്നു, പല വിധത്തിലും സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു, പല വിധത്തിലും സാമ്പത്തിക പ്രശ്നത്തിന് ഒരു പരിഹാരം നോക്കുന്നു. അവർ ആയുധങ്ങളിലും സാഹസകൃത്യങ്ങളും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും തൻ്റെ അങ്കുലീ ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവത്തിൽ ഹൃദയം ഉറപ്പിക്കാനാണ് ദൈവവചനത്തിലൂടെ കർത്താവ് ആവശ്യപ്പെടുന്നത്. ആ കുടുംബത്തിൽ ഒരു വീടിൻ്റെ ആവശ്യം വന്നു. ആ കുടുംബത്തിലെ ജീവിതപങ്കാളി പറഞ്ഞു, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, നമുക്ക് സ്ഥലം തന്ന കർത്താവ് നമുക്ക് വീട് തരാൻ കഴിയും. 4 മാസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കിയ ഒരു വീടിന് താക്കോലാണ് അങ്ങോട്ട് കൊടുത്തത്. ഒരു ദൈവവൈദ്യന് കർത്താവ് ഒരു പ്രചോദനം കൊടുത്തു, അവരൊരു വീട് നിർമ്മിച്ചു, പണി പൂർത്തിയാക്കി, എല്ലാം കഴിഞ്ഞ് കാർ പാർക്കിംഗ് ഉൾപ്പെടെ എല്ലാം ശരിയാക്കിയിട്ട് താക്കോല് ഈ സഹോദരന് കൊണ്ട് കൊടുക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ ആ കുടുംബത്തിൻ്റെ മറ്റ് പ്രശ്നങ്ങൾ എല്ലാത്തിലും അവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു പ്രാർത്ഥനാ രീതി, ഒരു ആധ്യാത്മിക രീതി ആ കുടുംബം അവലംബിക്കുകയാണ്. ഇന്ന് ആ കുടുംബത്തിൽ എന്ത് ആവശ്യം വന്നാലും ആ കുടുംബത്തിനൊരു കാര്യം അറിയാം, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പക്കലേക്ക് പോകും, ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കും, ഞാൻ എൻ്റെ ദൈവത്തിന് മുന്നിൽ മുട്ടുകുത്തും, ദൈവം എനിക്ക് വേണ്ടി വരും, ദൈവം എനിക്ക് സഹായം ദൈവത്തിൽ നിന്ന് വരും. 121 സങ്കീർത്തനത്തിലെ 1ഉം 2ഉം തിരുലിഖിതങ്ങൾ, എനിക്ക് സഹായം എവിടെ നിന്ന് വരും, എനിക്ക് സഹായം എവിടെ, എനിക്ക് ആരിൽ നിന്ന് സഹായം കിട്ടും, എനിക്ക് സഹായം എവിടെ നിന്ന് എനിക്ക് സഹായം വരും, ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കും, എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരും, എനിക്ക് സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ കർത്താവിൽ നിന്ന്. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന മക്കളെ, അനേക വർഷങ്ങളായി ആധ്യാത്മികത പരിശീലിക്കുന്ന മക്കളെ, ഈ ഒരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിലുണ്ടോ? എനിക്ക് സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൽ നിന്ന്. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യെശയ്യാ 52 അധ്യായത്തിൽ 12 തിരുലിഖിതം ദൈവത്തിൻ്റെ വചനം ദൈവമക്കൾ ഉത്ബോധിപ്പിക്കുകയാണ്. നിങ്ങൾ തിടുക്കം കൂട്ടണ്ട. നിങ്ങൾക്ക് ജോലിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ പെട്ടെന്ന് ഒരു പക്ഷേ ഒരു 500 ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടായിരിക്കാം, ഒരു പക്ഷേ ഒരു 750 ആപ്ലിക്കേഷൻ അയച്ചിട്ട് പോലും ഒരു കാര്യത്തിലും റിപ്ലൈ വന്നിട്ടുണ്ടാവില്ലെങ്കിലും നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ ഹൃദയത്തിൽ തകരരുത്, പ്രാർത്ഥന നിർത്തരുത്. നിങ്ങൾ തിടുക്കം കൂട്ടണ്ട, വേഗം ഓടുകയും വേണ്ട. കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നടക്കും, ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുക, ദൈവത്തിൽ ഉറച്ചു നിൽക്കുക. ദൈവത്തിൽ ആശ്രയിക്കുന്നതിൽ നിന്ന് നാം പിന്തിരിയരുത്. ഇത് ദൈവവചനത്തിലൂടെ ദൈവമക്കളെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവിക വഴിയാണ്. എന്നുവെച്ചത് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നത്തെ ഈ പുതിയ തലമുറയിലെ പുതുമക്കൾക്ക് ഈ ഇൻസ്റ്റൻറ്റ് കോഫിയെ കുടിച്ച് ഈ ഫാസ്റ്റ് ഫുഡും കഴിച്ച് പെട്ടെന്ന് പറഞ്ഞ് ഇടുകൊടുക്ക ചോറ്, ഇടുകൊടുക്ക ഇഡ്ഡലി എന്ന് പറയുമ്പോൾ കിട്ടുന്നില്ലെങ്കിൽ ടെൻഷനാകുന്നു, സ്ട്രെസ്സാകുന്നു, സ്ട്രഗിൾ വരുന്നു, അവർ പല വിധത്തിൽ പതറിപ്പോകുന്നു. ആ ഒരു പേഴ്സണാലിറ്റി ആധ്യാത്മികതയെയും ബാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ദിവസം പ്രാർത്ഥിച്ചു, ഒരു മാസം പ്രാർത്ഥിച്ചു, കുറച്ച് ദിവസങ്ങൾ നൊവേന ചൊല്ലി, കിട്ടിയില്ല, തവിട് പൊടിയായി. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതല്ല സ്പിരിച്വാലിറ്റി, അതല്ല ആധ്യാത്മികത. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹൃദയം കൊണ്ട് ദൈവത്തിൽ ഉറച്ചിരിക്കുക. ദൈവത്തിൻ്റെ സമയത്ത് വന്നിരിക്കും, ഒട്ടും താമസിക്കുകയില്ല, ഒട്ടും നേരത്തെ വരികയില്ല. ആ സമയത്തിന് വേണ്ടി ഞാനും നിങ്ങളും കാത്തിരിക്കണം. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ കുറച്ച് നാൾ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ കുറച്ച് പ്രതിസന്ധി വന്നു, കുറച്ച് ദുരിതം വന്നു, കുറച്ച് രോഗം വന്നു, കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല വിധം നടക്കാതെയായി. അപ്പോഴാണ് ജെറമിയ 2 അധ്യായത്തിൽ 12, 13 തിരുലിഖിതങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മനുഷ്യരുടെ ഹൃദയം പതറിപ്പോകുന്നത്. കർത്താവ് വേദനിക്കുകയാണ്. കർത്താവ് പറയുകയാണ്, ആകാശങ്ങളെ ഭയന്ന് നടുങ്ങുവീൻ, ഭൂതലമേ സംഭ്രമിക്കുവിൻ, ഞെട്ടിവിറയ്ക്കുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ജനം 2 തിന്മ പ്രവർത്തിച്ചു. ഒന്ന്, അവർ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചു.
2 ജലം തരാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിച്ചു. പാപ വഴികളിലൂടെ പോയി, എളുപ്പമാർഗത്തിലൂടെ പോയി, ലാഭമാർഗത്തിലൂടെ പോയി. അതാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ദൈവത്തെ അറിയുന്നവരോ ദൈവവചനം ലംഘിക്കുന്നൊരു വഴിയിൽ ലാഭം വന്നാൽ വേണ്ടാന്ന് വെക്കും. ഒരു പാർട്ടിക്കാർ പറഞ്ഞില്ലേ, സാക്സൊക്കെ ഓക്കെ എന്ന് പറഞ്ഞില്ലേ. അത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നോ ഞാൻ 900 അടയ്ക്കാൻ ബാധ്യസ്ഥനാണ്, ഞാൻ 900 അടച്ചോളാവേ എന്ന് പറഞ്ഞില്ലേ. എന്താ? അദ്ദേഹം ദൈവത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്നവർ ആരൊക്കെ എന്തൊക്കെ തന്നെ ഒരുപക്ഷെ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ വളരെ ഹീനമായ വിധത്തിൽ ദൈവവചന ലംഘനത്തിൻ്റെ വഴികളിലൂടെ പോകുന്ന പല ആളുകളും വളരെ ഉന്നതമായ വിധത്തിൽ ജീവിക്കുന്നത് പോലെയും നമ്മളെ ചലഞ്ച് ചെയ്യുന്നത് പോലെയും കണ്ടേക്കാം. പക്ഷേ ദൈവമാർഗത്തിൽ നിന്ന് നമ്മൾ പോകരുത്. ജോബിൻ്റെ പുസ്തകത്തിൽ 30-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ തിരുലിഖിതം, ജോബിൻ്റെ പുസ്തകം 30-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ തിരുലിഖിതം, ഇപ്പോഴാകട്ടെ എന്നേക്കാൾ പ്രായം കുറഞ്ഞവർ എന്നെ പരിഹസിക്കുന്നു. ജോബ് പറയുകയാണ്. ജോബ് എന്ന് പറഞ്ഞാൽ ഒരു ആയുസ് മുഴുവൻ ദൈവത്തെ ഉറച്ചു നിന്നവൻ, ഒരു ആയുസ് മുഴുവൻ കർത്താവിനെ അന്വേഷിച്ചവൻ. അദ്ദേഹം പറയുകയാണ്, എന്നേക്കാൾ പ്രായം കുറഞ്ഞവൻ എന്നെ പരിഹസിക്കുന്നു. അവരുടെ പിതാക്കന്മാരെ എൻ്റെ ആട്ടിൻകൂട്ടത്തിന് നായ്ക്കളുടെ കൂടെ പോലും എണ്ണാൻ ഞാൻ കൂട്ടാക്കുമായിരുന്നില്ല. എൻ്റെ ആട്ടിൻകൂട്ടത്തിലെ പട്ടികളുടെ കൂടെ പോലും ഇരുത്താൻ ഞാൻ കൂട്ടാക്കുമായിരുന്നില്ല. അതുപോലെ ദൈവവചനം ലംഘിച്ചും തന്നിഷ്ടത്തിനും തൻ്റെ സ്വന്തം രീതികളിലും ജീവിച്ച അങ്ങനെയുള്ളവർ ഇപ്പോൾ ചുറ്റുവട്ടത്ത് ശക്തി പ്രാപിച്ച് അവർ പുഷ്ടി പ്രാപിച്ച് ജോബിനെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുമ്പം ജോബ് പറയാണ്, എൻ്റെ ചുരിതൊക്കെ സംഭവിച്ചാലും ഞാൻ എൻ്റെ കർത്താവിനോടുള്ള പ്രാർത്ഥന ഉപേക്ഷിക്കില്ല, ഞാൻ എൻ്റെ കർത്താവിനുള്ള ഭക്തി ഉപേക്ഷിക്കില്ല. ദൈവം വരുന്നത് വരെ ജോബ് കാത്തിരിക്കുകയാണ്. ദൈവം വന്നു, ജോബിനെ ആദ്യത്തേക്കാൾ അനേക ഇരട്ടിയായി സമ്പന്നനാക്കി മാറ്റി, അനുഗ്രഹീതനാക്കി മാറ്റി, ഉന്നതനാക്കി മാറ്റി. ദൈവത്തിൻ്റെ വഴിയിലൂടെ തന്നെ ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാക്കന്മാരുടെ കാലത്ത് ആട്ടിൻകൂട്ടത്തിലെ പട്ടികളുടെ കൂടെ പോലും ഇരുത്താൻ അത്രമാത്രം ഒരു ക്വാളിറ്റി ഇല്ലാതിരുന്ന അവരുടെ ഉയർച്ച കണ്ട് അവരുടെ വഴിയെ പോകാമെന്ന് ജോബ് ചിന്തിച്ചില്ല. ജോബ് ദൈവത്തിലും ദൈവവചനത്തിലും ഉറച്ചു നിന്നു. പ്രിയമക്കളെ, എഴുന്നേറ്റ് നിൽക്കാം. ജീവിതത്തിൻ്റെ ഘട്ടത്തിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. അന്ന് പുലി മെലിഞ്ഞാലും പുല്ല് തിന്നില്ല എന്ന ഒരു ബോധ്യം ഉണ്ടാകട്ടെ. ഏത് സാഹചര്യം വരട്ടെ, ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാണ്. ദൈവമേ, പ്രതിസന്ധികളുണ്ട്. ദൈവമേ, പ്രാർത്ഥനകൾക്ക് തടസ്സങ്ങളുണ്ട്. ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും ഞങ്ങളുടെ ജീവിതം, ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് പേര് ഇടം വലം തിരിയാതെ ദൈവത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്നുണ്ട്. അങ്ങയുടെ ശക്തി വെളിപ്പെടുത്തണം കർത്താവേ, അങ്ങയുടെ സ്നേഹം വെളിപ്പെടുത്തണം കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടുത്തണം കർത്താവേ, അങ്ങയുടെ ഇടപെടൽ വെളിപ്പെടുത്തണം കർത്താവേ. ദൈവത്തെയോ ദൈവവചനത്തെയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ദൈവശക്തി, അത്ഭുത ശക്തി, ശക്തി വെളിപ്പെടട്ടെ. ശക്തി നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിന്റെ കരവേല പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരവേല പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരവേല പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. 2 കരങ്ങൾ ഉയർത്തി വീണ്ടും ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ദൈവം ഉണ്ടെന്നും അങ്ങ് അന്വേഷിക്കുന്നവർക്ക് വേണ്ടി അവർ ഇടപെടുമെന്നും അവരുടെ ഹൃദയങ്ങളെ ബോധ്യപ്പെടുത്തണമേ. ദൈവശക്തി വെളിപ്പെടട്ടെ. ശക്തി പ്രാപിക്കട്ടെ. ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ
സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ, ജനതകൾ കണ്ടിടട്ടെ. വിലാപത്തിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 25-26 തിരുലിഖിതങ്ങൾ തന്നെ തേടുന്നവർക്കും തന്നെ കാത്തിരിക്കുന്നവർക്കും കർത്താവ് നല്ലവനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന ശുശ്രൂഷയിൽ കുടുംബങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഈ സമയം 2 കരങ്ങൾ ഉയർത്തി ഈശോയിലേക്ക് നോക്കി എളിയ മക്കൾ യേശുവിന്റെ നാമത്തെ ഉച്ചത്തിൽ വിളിക്കുക, യേശുവിനെ രക്ഷിതാവും നാഥനുമായി ആരാധിക്കുക. ഇന്ന് അനേക കുടുംബങ്ങൾ രോഗികൾ ഇതാ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അനേക കുടുംബങ്ങൾ യുവതി യുവാക്കന്മാർക്ക് കർത്താവിന്റെ നാമത്തെ വിളിച്ചതിന്റെ ദൈവമേ എന്റെ ജീവിതം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നത് പറയുകയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നാനാജാതി മതസ്ഥര് ഈ സമയം നിങ്ങളുടെ ഹൃദയം യേശുവിന് അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവോ? നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ യേശുവിന് അർപ്പിക്കുക, യേശുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കുക. 2 കരങ്ങൾ ഉയർത്തി ഇപ്പോൾ ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ, 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 രക്ഷകാ, കർത്താവേ, നാഥനേ. അവിശ്വാസന മുറിവുകൾ തുറക്കുന്ന കർത്താവ്, ഈശോയെ ഉപേക്ഷിച്ചു പോയ ഒരുപാട് പേരെ വീണ്ടും ഈശോ ഭൂമിയിലേക്ക് ഉയർത്തുന്നു. കർത്താവേ, നാഥനേ, യേശുവേ,